Shalom. Our YouTube channel, A for Ben. welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. In this video, we will learn the Hebrew letters along with the use of vowel symbols. Vowel symbols, known as nikad. It is written around letters. ഈ വീഡിയോയിൽ നാം ഹീബ്രു അക്ഷരങ്ങൾ പഠിക്കുന്നതോടൊപ്പം അവയിൽ സ്വരാക്ഷര ചിഹ്നങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കൂടി കാണുന്നതാണ്. സ്വരാക്ഷര ചിഹ്നങ്ങൾ നിക്കൂദ് എന്നാണ് അറിയപ്പെടുന്നത്. അക്ഷരങ്ങളുടെ ചുറ്റുമാണു ഇത് രേഖപ്പെടുത്തുന്നത്. Although Aleph is a silent letter, it is pronounced like the first letter in Malayalam. ആലഫ് ഒരു സൈലന്റ് ലെറ്റർ ആണെങ്കിലും വോവൽ സൈൻ ഉപയോഗിക്കാത്ത ഇടങ്ങളിൽ മലയാളത്തിലെ ആദ്യക്ഷരം ആ പോലെയാണ് ഉച്ചരിക്കുന്നത് എന്നു വേണമെങ്കിൽ പറയാം. Beth is a consonant. It is pronounced like പാ. in Malayalam. Note that there is a dot inside the letter. If there is node, it is pronounced വാ. ബേത്ത് ഒരു വ്യഞ്ജനാക്ഷരമാണ്. ഇത് മലയാളത്തിലെ പാ പോലെയാണ് ഉച്ചരിക്കുന്നത്. അക്ഷരത്തിനുള്ളിൽ ഒരു ഡോട്ട് ഉള്ളത് ശ്രദ്ധിക്കൂ. ഈ ഡോട്ട് ഉണ്ടെങ്കിൽ ഇത് പാ എന്നു ഉച്ചരിക്കാനാണ്. ഡോട്ട് ഇല്ലാത്ത പക്ഷം ഇത് വാ എന്നും ഉച്ചരിക്കാനാണ്. Look at the word Abba. Inside the letter Beth we see one dot at the center of it. The dot placed inside a Hebrew consonant is called a dagesh, which means emphasis. There are two types of dagesh. One is dagesh lena, and the other one is dagesh forte. We will learn it later. അബ്ബ എന്ന വാക്ക് നോക്കൂ. ബേത്ത് എന്ന അക്ഷരത്തിനുള്ളിൽ ഒരു ഡോട്ട് കാണാം. ഒരു ഹീബ്രു വ്യഞ്ജനാക്ഷരത്തിനുള്ളിൽ കൊടുക്കുന്ന ഡോട്ടിനെ ഡാഗേഷ് എന്ന് വിളിക്കുന്നു. അതിനർത്ഥം ഊന്നൽ എന്നാണ്. രണ്ടു തരം ഡാഗേഷ് ഉണ്ട്. ഒന്ന് ഡാഗേഷ് ലേനെ, മറ്റൊന്ന് ഡാഗേഷ് ഫോർട്ടെ. നമ്മൾ അത് പിന്നീട് പഠിക്കും. Now below this letter you will see a vowel symbol. It looks like a capital letter T. This is called comets. Here it gives the long a sound. ഈ അക്ഷരത്തിന് താഴെ ഒരു സ്വരാക്ഷര ചിഹ്നം കാണാം. ഇത് വലിയ അക്ഷരം ടി പോലെ കാണപ്പെടുന്നു. ഇതിനെ ഖാമത്സ് എന്ന് വിളിക്കുന്നു. ഇവിടെ അത് ആ ശബ്ദം നൽകുന്നു. Notice the word Beth. Let's read the letters from right to left. First letter Beth, second letter Yod, third letter Tau. ബെയ്ത്ത് എന്ന വാക്ക് ശ്രദ്ധിക്കൂ. അക്ഷരങ്ങൾ വലത്തുനിന്ന് ഇടത്തോട്ട് ഒന്നാമത്തെ അക്ഷരം ബേത്ത്, രണ്ടാമത്തെ അക്ഷരം യോദ്, മൂന്നാമത്തേത് തോ. If you're having trouble recognizing the letters, click the I button and watch videos from parts 1 to 3. അക്ഷരങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പാർട്ട് 1 മുതൽ 3 വരെയുള്ള വീഡിയോകൾ കാണുക. Let's look at another word. വേറൊരു വാക്ക് നോക്കാം. Can you tell which letters are from left to right? ഇടതുനിന്ന് വലത്തോട്ട് ഏതൊക്കെ അക്ഷരങ്ങൾ ആണ് എന്ന് പറയാമോ? The first letter is Pe, the second is Tau, and the third letter is Heth. ആദ്യ അക്ഷരം പേ, രണ്ടാമത് തൗ, മൂന്നാം അക്ഷരം ഹേത്ത്. Look, below the first letter is the short vowel. Its name is Patha. നോക്കൂ, ആദ്യ അക്ഷരത്തിന്റെ താഴെ ഇപ്പോൾ കണ്ടത് ഷോർട്ട് വോവൽ ആണ്. അതിന്റെ പേര് പദ എന്നു ആണോ? Try another word. മറ്റൊരു വാക്ക് ശ്രദ്ധിക്കാം. Can you identify the letters? നിങ്ങൾക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? Beth, Resh, Aleph. Beth, Resh, Aleph. Beth and Resh have vowel symbols below them. Don't you see this symbol here that looks like the English letter T? It can be read as ബാര. ബേത്തിനും രേഷിനും താഴെ സ്വരാക്ഷര ചിഹ്നങ്ങൾ ഉണ്ട്. ഇംഗ്ലീഷ് അക്ഷരം ടി പോലെ വരുന്ന ഈ ചിഹ്നം ഇവിടെ കണ്ടില്ലേ? അത് ബാര എന്ന് വായിക്കാം. Comets is a long vowel. A. Comets ഒരു ലോങ് വോവൽ. ആ ആണ്. You see the word bara. ബാര എന്ന വാക്ക് കണ്ടല്ലോ. Now we have learned two vowel signs, Patha and Kamets. ഇപ്പോൾ നമ്മൾ രണ്ട് സ്വരാക്ഷര ചിഹ്നങ്ങളായി Patha, Kamets എന്നിവ പഠിച്ചു. Please like, share, and subscribe to our YouTube channel and press the bell icon to get all our videos, and please don't forget to comment below. In description there you can see chapter-wise clickable timestamps. Start with 00 column 00. Thank you for watching our videos. Have a great time with you.